അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചെറിയ സൂറത്തുകളുടെ പാരായണ പഠനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദതൈനി, ഇതൊക്കെ നമ്മൾ കൃത്യമായി അല്ലെങ്കിൽ വിശദമായി തന്നെ പറഞ്ഞു. ഇന്ന് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നേരെ മേലെ സൂറത്തുൽ മസദ്, നിസ്കാരത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്താണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് പോകാം. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഈ ആയത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തബ്ബത്. തബ്ബത് ഫസ്റ്റിലെ അക്ഷരവും തായാണ്, മൂന്നാമത്തെ അക്ഷരം അതായത് ഷദ്ദുള്ള ബാക്ക് ശേഷമുള്ള അക്ഷരവും തായാണ്. തബ്ബത്. നമ്മൾ മലയാളത്തിൽ തല, തറ എന്നൊക്കെ പറയുന്ന താ പോലെയല്ലല്ലോ അറബിയിലുള്ള താ. മലയാളത്തിൽ നമ്മൾ താ പറയുമ്പോൾ നാവിൻ്റെ ഈ തല തൊട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ സ്ഥലം നമ്മുടെ പല്ല്, നമ്മുടെ ഊന്, ചിലപ്പോൾ അണ്ണാക്കിലേക്ക് തന്നെ തട്ടും. ഒന്ന് പറഞ്ഞു നോക്കിയേ, തത്ത അല്ലേ? 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച എന്ന് പറഞ്ഞു നോക്കിയേ, തത്ത. എന്നാൽ അറബിയിലുള്ള താ പറയുമ്പോഴേ അത് നാവിൻ്റെ തല മാത്രം, ഈ 1 സെൻറ്റിമീറ്ററും 1/2 സെൻറ്റിമീറ്ററും ഒന്നും തട്ടില്ല, മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ. അതുകൊണ്ട് മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ 10 കൊത്തുന്നു, അറബിയിൽ തത്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. അങ്ങനെ താ പറയാവൂ. അതുകൊണ്ട് തബ്ബത് 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 മതി. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് താന് കാറ്റ് വരണം എന്ന് വിചാരിച്ചിട്ട് അത് കൊടുങ്കാറ്റാക്കിയിട്ട് തബ്ബത് എന്ന് പറയും. താ പറയുമ്പോൾ കാറ്റ് വരും, അത് ചുഴലിക്കാറ്റായി മാറരുതേ. കാറ്റൊക്കെ വേണം, പക്ഷേ ഇങ്ങനെ സുനാമി കാറ്റുകളും ഒക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് പറഞ്ഞു വന്നത് തബ്ബത് തബ്ബത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഖുലിഖത് ഉണ്ടോ? അത്ര മതി. അല്ലാതെ ഖുലിഖത് 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 അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഒന്ന്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, തബ്ബത്ത് കഴിഞ്ഞ് യദാ അബീ ലഹബിൻ എന്നാണ്, യാ ആണ്. തബ്ബത്ത് യദാ എന്ന യാ പറയുമ്പോൾ അതിൻ്റെ മഖ്റജ് നാവിൻ്റെ നടു മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തിയിട്ട് യ പറയണം. കുറേ ആളുകൾക്ക് നമ്മുടെ ഖുർആൻ ഓതുമ്പോൾ യാന് ഫത്ഹോട് കൂടി വരുന്ന സമയത്ത് യാ തീരെ പറയാതെ എദാ എന്ന് പറയും. എടാ എന്നൊക്കെ പറയില്ലേ, എടോ. അതിലുള്ള തബ്ബത് യദാ അബി കണ്ടോ, തബ്ബത് യദാ 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 യദാ. നോ പറയാനേ പാടില്ല. തബ്ബത് യദാ യദാ അബി ലഹബിൻ വതബ്ബ്. വതബ്ബ് ഈ ബാഇന് ഖൽഖല എന്ന സിഫത്തും കൂടെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ശബ്ദോടുകൂടി തബ്ബ് തബ്ബ്, അല്ലാതെ തബ് തബ്. തബ്ബത് യദാ അബി ലഹബിൻ വതബ്. നോ ശ്രദ്ധിക്കുക. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. യദാ അബീ ലഹബിൻ. അവിടെ മദ് യദാ അബി എന്നുള്ളിടത്ത് മദ് മുൻഫസിൽ ഉണ്ട്. മദ് മുൻഫസിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണൊക്കെ അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമുക്ക് പഠിക്കാം. ചുരുക്കി പറഞ്ഞാൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ആയത്തിൻ്റെ പാരായണം. തെറ്റിപ്പോവരുത്, ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും.